എന്നെ ടക്കിടുവ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി ടക്കിടുവ ശിവഗാമി ദേവി കൽപ്പിക്കുന്നു, നേതൃത്വത്തിൽ ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഇവിടെ ഒരു തോടുണ്ട്, നമ്മൾ ഇവിടെയാണ് കുളിക്കാൻ കേട്ടാ. എന്റെ പേര് വിവേക് വൈശാഖ്. അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മടിക്കേരി എലിഫന്റ് ക്യാമ്പിന്റെ അടുത്താണ് കേട്ടോ. ഞങ്ങളുടെ നല്ല റൂമൊന്നും എടുത്തില്ല. അതായത് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതാ എവിടെയെങ്കിലും പോയി ടെൻ്റ് അടിക്കണം. അയ്യാ, അതിൽ തന്നെ ഞങ്ങൾ സാധിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ കൂർഗ്, അതായത് മടിക്കേരി ഇവിടെ എലിഫന്റ് ക്യാമ്പിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പുഴയുടെ സൈഡായിട്ടുള്ളത്. ആ കാണുന്ന ഡാമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കണ്ടോ ഗൈസ്. എന്തായാലും ഞങ്ങളിവിടെ ഇന്നലെ രാത്രി ഒരു 7 മണിക്ക് എത്തി. ഞങ്ങളിവിടെ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഇവിടെ സ്റ്റേ അടിച്ചു. അതാ നമ്മളെ കയ്യിൽ ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കിടക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഒരുപാട് പശുമ്പുകൾ പോകുന്നു. ഇതെന്തോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കഴുത്തിൽ കേട്ടോ. ഇവിടെ വളർത്തുന്ന പശുക്കളാ. ചെവിയിലൊക്കെ മറ്റേ ഇതടിച്ചിട്ടുണ്ട്. അഡ്രസ്സാണോ എന്തോ സംതിങ്. കൊള്ളാട്ടോ, നല്ല അനുസരണശീലമുള്ള പശുക്കൾ. പുല്ല് പിന്നെ പശുവിനൊക്കെ ഇവിടെ ലോട്ടറിയാണ് ഗൈസ്. കുറേ ഉണ്ട് കേട്ടോ കഴിക്കാനൊക്കെ, ഫുഡ് പരിപാടിയൊക്കെ. വെള്ളത്തിന് വെള്ളം, പുല്ലിന് പുല്ല്, വെറൈറ്റി പുല്ല് എല്ലാം ഇവിടെ ഇருக்கு ഗൈസ്. ആ കാണുന്നത് ഡാമാണ് കേട്ടോ. അതെ, ആ കാണുന്നത് ഡാമാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കണ്ട വാ ഗെയ്സ്, ഞങ്ങളെല്ലാം താമസിച്ചത് ആ കാണുന്നത് ആ സ്ഥലത്താണ് ഗെയ്സ്. അവിടെ തുണിയൊക്കെ ഞങ്ങൾ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടെൻറ്റിൽ ടെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതിൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ കാറുണ്ടായിരുന്നു. കാറിൽ ഞാനും ശ്രീയും മാത്രമേ ഉള്ളൂ. അവരവിടെ ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പോയിരിക്കുകയാണ് ശരത്തേട്ടനും മനീഷും ഷാനും ഒക്കെ കേട്ടോ. അവരിപ്പോൾ വരും. എന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ കടകളൊക്കെ കുറവാണ്. ചെറിയൊരു കട ഉണ്ട് അപ്പുറത്ത്, അത് തുറന്നിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ശ്രീ രാവിലെ നടന്നു പോയി. 1 മണിക്കൂറായി. ഞങ്ങൾ 2 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് നടന്നു. എന്നിട്ടാണ് സാധനം പേസ്റ്റൊക്കെ മേടിച്ച് ഒരു ചായയൊക്കെ അടിച്ച് വന്നത് കേട്ടോ. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പായിരുന്നിട്ടാ വണ്ടി രാത്രി. പക്ഷെ ഞങ്ങളെല്ലാ സന്നാഹങ്ങളും സെറ്റാക്കിയിട്ടാണ് വന്നത്. പുതപ്പ് വായിക്കുവായ അത് ഇത് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കളറായി. ഇവിടെ കുളിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് ഈ നമ്മളിപ്പോൾ ടെൻ്റ് അടിച്ചുള്ള സ്ഥലം ആൾക്കാർ കാറ് കഴുകാനും കുളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. വലിയ ഹൈറ്റും പരിപാടി, അതായത് വലിയ കുഴിയൊന്നും ഇല്ലാത്തതാണ് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തൊന്നും വലിയ കുഴികളില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിക്കാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഇവിടെ കുളിക്കേണ്ട ഒരു വെറൈറ്റിക്ക് അപ്പുറത്തെ ഡാമിൻ്റെ സൈഡ് അവിടെ മരങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കാമെന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് മിക്കവാറും വയനാട് കയറും. വയനാട്ടിലോട്ടാണ് ഞങ്ങളെ പ്ലാൻ. അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. നോക്കാം. ഇതേ ഞാൻ പല്ലേച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ കയ്യിൽ ബ്രഷ്. അയ്യോ അതെ, ഇതാണ് നമ്മൾ ഇന്നലെ കിടന്ന ടെൻറ്റ്. ഇത് നമ്മളെ ചേട്ടൻ ഹിച്ചേക്കിങ് ഒക്കെ പോയ ടെൻ്റാട്ടോ. ഇത് ചേട്ടൻ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോയിരുന്നു 2.5 മാസം. അപ്പോൾ മേടിച്ച ട്രെൻഡായിരുന്നു. നമ്മൾ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കൊണ്ടുപോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും പക്കയാണ് കേട്ടോ. അതിൻ്റെ ഒരു സാധനമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ലാസ്റ്റ് ടൈം ലീവിന് വന്നപ്പോൾ അത് സെറ്റാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് ഉപകാരമായി. 2 പേർക്കൊക്കെ പോവുകയാണെങ്കിൽ സുന്ദരമായി കിടക്കട്ടെ. നല്ല ബ്രാൻഡിൻ്റെയാണ്. ഇവിടെ ഡ്രസ്സൊക്കെ ഞങ്ങൾ പുറത്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ കാറ് അവർ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അടുക്കി ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ വെച്ചിട്ട് എല്ലാവരും ബാഗൊക്കെ ഒരു 5 ബാഗും കാര്യങ്ങളും പരിപാടി എല്ലാം മുന്നിലേക്കുണ്ട്. പിന്നെ ഇത് നോക്കണ്ടേ കേസ്, കണ്ട ഇത് നമ്മളെ ഷാനുവിൻ്റെ ഡ്രസ്സൊക്കെയാണ്. ബനിയൻ, വെറൈറ്റി അണ്ടർവെയർ. അവിടെ ശ്രീ അവിടെ വ്ളോഗ് എടുക്കുന്നുണ്ട് കണ്ട. ഉണക്കാനിട്ടേക്കനാണ്. രാത്രി ഫുള്ള് മഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് കഴുകിയിട്ടേക്കനാണ്. കൊള്ളാം, വെറൈറ്റി കേസ്. അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പ്രശ്നം വെച്ചാൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളിട്ട വേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്ന് ഇടുന്നതൊക്കെയാണ്. നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് കവറും പരിപാടിയൊക്കെ അങ്ങോട്ട് കൂട്ടിയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായതൊക്കെ. ഇതാട്ടോ നമ്മളെ ഇന്നലെ കിടക്കാൻ ഉപയോഗിച്ചത്. നമ്മൾ 2 പേര് ഇവിടെ കിടന്നത്. അത് 2 പേര് അതിൽ കിടന്നു ടെൻറ്റിൽ. പിന്നെ ഒരാൾ കാറിൽ കിടന്നു.
കാരണം ഇവിടെ മഴ പെയ്തായിരുന്നു. അപ്പം മഴ പെയ്തപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ടെമ്പററി സെറ്റപ്പാണ്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്ന് ചെയ്തതാ, കിടക്കാൻ വേണ്ടി തണുപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. പക്ഷെ ഇവിടെ മഴ പെയ്തു, നമ്മളത് വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, രസമായിട്ട് കിടക്കാനൊക്കെ പറ്റിയിട്ട്. പായൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ ചായ ഫ്ലാസ്ക് വീട് എല്ലാം അലമ്പായിട്ടിരിക്കണം കേട്ടോ. അതാണ് ഇത്രയും വൃത്തിഹീനമായിരിക്കണത്. ഇത് നമ്മളെ കുറച്ച് നമ്മളെ വേസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാകും. നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം എന്തേലും. ശ്രീ അങ്ങോട്ട് പോയിട്ടാ മച്ചാ, എന്താണ് ഓക്കെ. ശ്രീ വിഷ്വലെടുക്കാൻ പോയേക്കാട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. അതായത് നമ്മളിത് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ല കേട്ടോ, ഇങ്ങനൊരു സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചല്ല. നമ്മൾ ലാസ്റ്റ് ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവിടെ ആൾക്കാർ ചിലപ്പോൾ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഇവിടെ കാരണം നമ്മൾ ബാച്ചിലേഴ്സ് രാത്രി വന്ന് ഇവിടെ ടെൻ്റ് അടിക്കുന്നു, ലൈറ്റ് വെളിച്ചൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ ഓക്കേടാ നിങ്ങൾ അടിച്ചോ, കുഴപ്പമില്ല. പിന്നെ ഇതിനപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് എലിഫൻറ്റ് ക്യാമ്പിൻ്റെ അടുത്ത്, അപ്പോൾ അവിടെ വേണം നമുക്ക് അടിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഇതായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഇവിടെ അടിച്ചു. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തെ എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നലെ അവിടെ സമയമുണ്ട്, രാവിലെ 9 to 11 മണി, പിന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ഇങ്ങനെ 2 മണിക്കൂർ ഒരു ദിവസത്തിൽ 4 മണിക്കൂർ ഒന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ തന്നെ 5 മണിയായി. അപ്പോൾ പിന്നെ മൊത്തത്തിൽ കയറണമെങ്കിൽ വണ്ടി പാർക്കിംഗ് ചാർജൊക്കെ കൂടി ഒരു 300 രൂപ വരും. അപ്പോൾ നമ്മൾ ചോദിച്ചു വേണ്ട, ഇന്ന് വേണ്ട, രാവിലെ കയറാം, അപ്പോൾ കുറച്ച് സമയം കിട്ടുമെന്ന് ചോദിച്ചു. അതായത് അവിടെ ഒരു 1 കിലോമീറ്റർ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനായാലും എങ്ങനെയായാലും സമയം വേണം. അപ്പോൾ ഞങ്ങൾ വെറുതെ എന്തിനാണ് 300 രൂപ വെറുതെ കളയുന്നത്. അങ്ങനെ ഇന്ന് കയറണം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ബ്ലോഗ് എടുക്കും എന്തായാലും, ഈ വ്ളോഗിൽ എൻ്റെ മിക്കവാറും ഉണ്ടാവും കേട്ടോ. പിന്നെ അവന്മാർ വന്നിട്ട് കുളിക്കണം, കുളി കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് ചാടണം. ഒന്ന് ഡാമിൽ പോകണമെന്നുണ്ട്, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. ക്യാമറ ഒക്കെ ഉണ്ട്, ക്യാമറ വീട്ടിലത്തെ. പക്ഷെ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല, അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യണ്ടേ. അത് നമുക്ക് അപ്പോൾ ഗെയ്സ് ഓക്കെ ഇത് അവർ വന്നിട്ട് കാണാം കേട്ടോ. ഗെയ്സ് നമ്മളെ സ്ഥലം വിടാം കേട്ടോ. ഇങ്ങോട്ടൊരു വഴി ഉണ്ടായിരുന്നു ഇന്നലെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിലൂടെ അനീഷും അവരൊക്കെ ശരത്തേണൊക്കെ ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു ഇന്നലെ. നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ട് നടന്നിട്ട് വരാം. വല്ല കിടിലൻ സ്ഥലം നോക്കിയിട്ട്. അയ്യോ ഗേസ് പേടിക്കണം കേട്ടോ, ഞാനിപ്പോൾ ടീഷർട്ട് ജസ്റ്റ് മാറ്റിയതാ. അയ്യോ ഈ ഗ്ലാസ് എനിക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചുമ്മാ പ്ലേ ഗ്ലാസ്സാ. അയ്യോ കൃഷിയിടങ്ങൾ കൊള്ളാട്ടോ. ഇത് എന്തോ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ, ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തില്ല കേട്ടോ. എന്തോ കാര്യമായി എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ തണുപ്പാണല്ലോ, അപ്പോൾ ഇവിടെ പലതും നടാം. ഇവിടെ ക്യാരറ്റ്, കൊടൈക്കനാൽ പോലെ ക്യാരറ്റൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നണം. ഇവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട്, ഇത് മാത്രമേ നമുക്ക് ആകെ ബാഡ് എടുത്തിട്ടുള്ളൂ. അതൊരു നെഗറ്റീവ് എനർജിയാണ് ഈ വേസ്റ്റൊക്കെ കാണുന്നത്. ഇവിടെ എന്താ നമുക്കെല്ലാം പരിധി വരെങ്കിൽ ഇവിടെ എനിക്ക് രാത്രി ഞാൻ അവസാനം കിടന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും എന്തൊക്കെയോ സൗണ്ടും ഇവിടെയൊക്കെ കേൾക്കണ്ടായിരുന്നു ഇവിടുന്ന് ഈ സൈഡിൽ നിന്നൊക്കെ. പിന്നെ നമ്മൾ നോക്കാനൊന്നും പോയില്ല, എന്തിനാ റിസ്ക് എടുക്കണേ. അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നി. പുല്ല് അങ്ങോട്ട് പോകണം. ചെറുതായിട്ടൊരു പേടിയില്ലാതില്ല. ഇങ്ങനെ സ്ഥലമുണ്ട് കേട്ടോ, ഇവിടെ ആൾക്കാർ വരുന്നതായിരിക്കണം. കേസ് അവിടെ വെള്ളം കുടമൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ആൾക്കാർ വരുന്നതായിരിക്കും ചിലപ്പോൾ വെള്ളം എടുക്കാൻ. ഇവിടെ ഒരു പൈപ്പുണ്ട് കണക്ഷൻ ഇതിൽ പുഴയിലോട്ട്. കൊള്ളാം. അവിടെ പട്ടി വരുന്നുണ്ട് കേസ്, നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ കുണ്ടിക്കിനി കടി കിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പോയേക്കാം. ശ്രീ അവിടെ ഉണ്ട്, സാരകളൊക്കെ ഉണ്ട് നമ്മളെ. ഗേസ് ആ വീട്ടിൽ നിന്നാണ് പട്ടിയുടെ കുറെ കേട്ടത് കേട്ടോ. അവിടെ ഒരു കാറൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ താമസമുണ്ട്. ദൈവമേ പട്ടി വരല്ലേ, കെട്ടിയിട്ടതായിരിക്കണേ. കാരണം ഇവിടെ ഓടാൻ വേറെ വഴിയൊന്നുമില്ല, പുഴയിലേക്ക് തുള്ളേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കൃഷി നൈസായ കേട്ടോ. പ്രഭു എങ്ങോട്ടാ ചേച്ചാ? ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് അല്ല എങ്ങോട്ടായിരുന്നു ഇവിടത്തെ? ഇവിടെ വാറ് വെച്ചാ വാറ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വെച്ചാ ഇങ്ങനെ എക്സ്പീരിയൻസ്. നൈസ് അല്ലേ? അത് നമ്മളില്ല ടെന്റ് അടിക്കുക, എവിടെയെങ്കിലും കാട്ടു പോയി ടെന്റ് അടിക്കുന്ന പോലെയല്ലല്ലോ. ബാക്ക്ഗ്രൗണ്ടില് വരുന്നുണ്ടല്ലോ മറ്റേ സാധനം. ഏത്? അല്ല നമ്മളെ ഉണക്കുന്ന സാധനം ഉണ്ടല്ലോ, ഡ്രസ് അതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാത്തിന്റെ ഇത് അതിനായിട്ട് വേറെ തന്നെ റൂം സെറ്റ്. അത് പക്ഷെ അവിടെ കുറച്ച് തിന്നാലും ഹൈഡായി പോകും. നൈസല്ല മൊത്തത്തില്. കൊള്ളാം. എണീറ്റ സമയത്ത് ഭയങ്കര കോടായിരുന്നല്ലോ. കോടായിരുന്നു, തണുപ്പ് നല്ല അസാധ്യ തണുപ്പായിരുന്നല്ലേ. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മുടെ ടെൻ്റൊക്കെ പരിപാടി ഒഴിവാക്കി നമ്മളിവിടുന്ന് പോവാണ്. നമ്മൾ അപ്പുറത്ത് പോയി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്തു, അലമ്പായിട്ട് കിടക്കരുതല്ലേ.
എല്ലാരും ഉണ്ട്. ഞാൻ ചോദിച്ചു നോക്കാറുണ്ട്. ശരന്തര എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? ട്രിപ്പ് നമ്മള് ഒന്നും മുൻകൂട്ടി കണ്ടിട്ടുള്ള ഇത് പ്ലാൻ ചെയ്ത് സ്റ്റേ ഇന്നും നാളെയും ഇന്നലെ ഇന്നും നമ്മള് ടെന്റ് അടിച്ച് കിടക്കാന്നുള്ളൊരു മാനസികാവസ്ഥ കിട്ടില്ലേ? അത് ഈ ഏരിയ കണ്ടാൽ മനസ്സിലാവും. ഡാമിന് ലൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മളൊരു 6 വാട്ടിന്റെ ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ട് പവർ ബാങ്ക് കിട്ടിയിട്ട് അപ്പൊ ലൈറ്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നല്ല വൈബായിരുന്നു. പൊളിച്ചടക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. വ്ലോഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച മുള നമുക്ക് വടിക്ക് ബുദ്ധിമുട്ടില്ല. മുളയാണ് ശരത്തന്റെ നേതൃത്വത്തിലാട്ടോ ഇവിടെ ടെന്റ് വരെ സെറ്റ് ചെയ്ത്. ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോയപ്പോ. ഞാൻ ശ്രീ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കൊത്തിട്ട് ചെറിയ കത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് വടിയൊക്കെ കൊത്തിട്ടോ സെറ്റ് ആക്കിയത്. നമ്മള് വൈൽഡ് ലൈഫിൽ കാണാറുണ്ടല്ലോ, അതുപോലെ ഞങ്ങൾ ചാനലല്ലോ, അതുപോലെ ഒന്ന് റീക്രിയേറ്റ് ചെയ്താണ്. ഷാനു ഇന്നലെ അങ്ങ് ഉണ്ടായിരുന്നടാ. ചിരിക്കലടാ. വാക്കുകളില്ലേ? സത്യം രസമില്ലേ? അടിപൊളിയല്ലേ സ്ഥലം? ഒരു സ്ഥലം ഇഷ്ടമില്ലേ? എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നിന്നതായിരുന്നു. ഞങ്ങളെ ലൈഫിൽ ആദ്യം അല്ല ഈ ടെന്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ രസമല്ലേ? അടിപൊളിയല്ലേ കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വൈബില് ഞങ്ങൾ താമസിച്ചില്ല കേട്ടോ. ഷാനുവിനെ പോലെ തന്നെയാ. അതിന് നൈസായിരുന്നല്ലോ. പിന്നല്ല പൊളിച്ച് കൊള്ളായിരുന്നു ടൈസ്. അപ്പൊ ഞങ്ങൾ കുളിക്കാൻ വേണ്ട. ഞങ്ങൾ ഇനി അപ്പുറത്തുനിന്ന് ഡാമിൽ പോയി കുളിക്കട്ടെ. ആ ഡാമിലോട്ട് കയറാൻ പറ്റട്ടെ? അകത്തോട്ട് മുകളിലേക്ക് ഓക്കെ, നമുക്ക് ട്രൈ നോക്കാം. എന്തായാലും കുളിച്ചിട്ട് നമുക്ക് പിക്ക് അടിക്കാം. ഷാനു തെണ്ടിക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നത്. അവൻ നോക്കി അവിടെ നിന്നിട്ട് മൊബൈൽ കളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ആ ബാഗ് മേടിച്ച പുതിയ ബാഗ് ഞാൻ പൈസ തരാം. യൂട്യൂബ് മണി ഉണ്ടല്ലോ. ഉണ്ടല്ലോ. പിന്നെ എന്താണ് താങ്കൾ നമുക്ക് മേടിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് മണി കൊണ്ട്? യൂട്യൂബ് മണി കൊണ്ട് നമുക്ക് പോയാലോ? കുളിക്കണം. എനിക്ക് കുളിക്കണം. ആംഗിൾ എടുക്കട്ടെ. പുതിയ ചെറുതൊരു ആംഗിൾ എടുക്കട്ടെ. ഒരു ആംഗിൾ ഉണ്ട് ഇങ്ങനെ പോകുന്നത്. കയറി വരുന്ന ഏത് സാധനം? സാധനം ജിംബ്. അടുത്തതായി ശരത്തേട്ടന്റെ ആക്ടിങ്. ഓക്കെ. രാജമാത ശിവഗാമി ദേവി കൽപ്പിക്കുന്നു, നേതൃത്വത്തിൽ ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഇത് കട്ടവട. ഈ കാണുന്നതാണ് എന്തൊരു എത്തടാ വെച്ചാ സോറി ഡാം. എന്താണ്? ഹാരങ്കി അങ്ങനത്തെ ഒരു ഡാമാണ് കേട്ടോ. ഇതിനകത്തോട്ട് പ്രവേശനം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നൂറ്റാണ്ടുകളായ കേട്ടോ ഇത് തുറന്നിട്ട് ഷട്ടർ. ഇവിടെ ഒരു തോട് എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെയാണ് കുളിക്കാൻ കേട്ടാ. അതായത് അനീഷും ശരത്തേട്ടനും ഷാനൊക്കെ അങ്ങോട്ട് പോയി ഓൾറെഡി. ഞാൻ ശ്രീ മച്ചാ പോ പഠിക്കാം. ഓക്കെ, പോകലാമ തിരക്കരാറ്റ. നമുക്കിനി പ്രകൃതിയുടെ ജലത്തിൽ കുളിച്ച് നീരാടാം ഗീസ്. പോയിട്ട് കേട്ടാ.